അണുബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നോ? വെല്ലുവിളി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റേതാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നദീജല കരാർ മരവിപ്പിച്ചതിൻ്റെ ഭാഗമായി ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ആ റിലീസിന്, ആ കത്തിന് മറുപടിയായിട്ടുള്ള വെല്ലുവിളിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു സാർ? ഒരു ആണവായുധത്തിലേക്ക് പോകാൻ, ആണവ ആയുധം ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ശേഷി പാകിസ്ഥാനുണ്ടോ? ഒരു കൗതുകത്തിന് വേണ്ടി ഭാരതമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. മഹാഭാരതത്തിലെ ഈ ദ്രോണരുടെ മകൻ അശ്വത്ഥാമാവിനെ അവസാനമല്ലേ സൈന്യാധി ശല്യന് മരിച്ച ശേഷമാണ്, ലാസ്റ്റ് സ്റ്റേജിലാണ് ദുര്യോധനൻ സേനാധിപനായിട്ട് ഈ സേനാധിപനൊക്കെ ആയിക്കഴിഞ്ഞ് പല കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമുക്ക് സമയക്കുറവുണ്ട്, അതിനോടൊന്നും പോകണ്ട. അവസാനം വന്ന ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്ന അവസ്ഥയൊന്നും നോക്കി. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കൗരവ പടക്കൂട്ടം തീർന്നു, ഭീഷ്മര് തൊട്ടിട്ട് ശല്യര് വരെയുള്ള സേനാധിപന്മാരെല്ലാം കഴിഞ്ഞു. ദുശാസനെ കൊല വിളിച്ച് കുടലുമാരെ എടുത്ത് കൊണ്ടുപോയി ഭീമൻ പാഞ്ചാലിയുടെ അഴിച്ചു കിടന്ന് മുടി കെട്ടി. ഇതെല്ലാം കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായ ശേഷമാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ അശ്വത്ഥാമാവെന്ന് പറയുന്ന കേമനായ പോരാളിയെ, മഹാരഥനെ പറഞ്ഞു വിടുന്നത്. ഇദ്ദേഹം ചെന്നിട്ട് ബ്രഹ്മാസ്ത്രം കൊടുത്തു. ഏതാണ്ട് ഇപ്പോഴത്തെ എന്താ പറയേണ്ടത്, നമ്മുടെ അണുബോംബിന് ബ്രഹ്മോസ് മിസൈലൊക്കെ പോലെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അണുബോംബിനെ തന്നെ ലോകം മുഴുവൻ നശിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അർജുനൻ്റെ കയ്യിലും ഈ സാധനമുണ്ട്. ഞാൻ ആ ബ്രഹ്മാസ്ത്രം ഇദ്ദേഹം നമ്മുടെ അശ്വത്ഥാമാവ് പ്രയോഗിച്ച് കഴിഞ്ഞ സ്റ്റേജാണ് പറയുന്നത്. പ്രയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അർജുനനോട് പറഞ്ഞു, അർജുനൻ ചെയ്യാൻ നിർദ്ദേശം കിട്ടി. അർജുനനും അത് തന്നെ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ നശിക്കും. ഈ അനുഭവം പോലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിട്ട് കഴിഞ്ഞാൽ മൊത്തം നശിക്കും. മൊത്തം നശിക്കരുതെന്ന് ആഗ്രഹമുള്ള ദൈവിക ശക്തികളാണ് ഇടപെടുക അവിടെ. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. രണ്ടുപേരോടും പിൻവലിക്കാൻ പറഞ്ഞു. അത് പിൻവലിക്കാൻ അർജുനൻ അറിയാമായിരുന്നു. പിൻവലിക്കാനുള്ള സിദ്ധിയും അർജുനനുണ്ടായിരുന്നു. അർജുനൻ അത് പിൻവലിച്ചു. പക്ഷേ ഈ അശ്വത്ഥാമൻ എന്താണെന്നറിയോ, അത് പിൻവലിക്കാനുള്ള കരുത്തില്ലാതെ പോയി. പിന്നെ അത് അശ്വത്ഥാമാവിൻ്റെ നെറുകയിലേക്ക് അതിന് ലക്ഷ്യം വെച്ചതും അശ്വത്ഥാമാവിൽ ലോകം മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതും മഹാഭാരതത്തിൻ്റെ കഥയുടെ ഭാഗമല്ലേ? അതെ. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ബോംബുണ്ട്, അണുബോംബുണ്ട്. അത് എത്രമാത്രം പ്രഹരക്ഷമമാണെന്ന്, എൻ്റെ പ്രഹരശേഷി ഒക്കെ വിട്, പ്രഹരക്ഷമമാണെന്നുള്ളൊരു സംശയം ആണെന്നുള്ളത് കൂടുതൽ സാങ്കേതിക അറിവുള്ളവർ പറയട്ടെ. ഇല്ലെന്നാണ് ബഹുഭൂരിപക്ഷവും പറയുന്നത്. ഇനിയും അതല്ല, ഒരു നിമിഷം ഉണ്ടെന്ന് തന്നെ ധരിച്ചു. ഇവിടെയും ഇല്ല ഈ സാധനം. പിന്നെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക, പാകിസ്ഥാനിലെ ഏത് സൈന്യാധിപനാണ് ഇത് പ്രയോഗിക്കാനുള്ള ധൈര്യം ഉണ്ടാവുക? അങ്ങൊന്ന് മനസ്സിലാവണം. പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഉന്നത ഓഫീസർമാർ സുഖലോലിപന്മാരാണ്. ഇപ്പോൾ തന്നെ അവിടുത്തെ സൈന്യാധിപൻ്റെ മക്കളെയൊക്കെ അമേരിക്കയിലൊക്കെ പഠിക്കാൻ രാജ്യം പറഞ്ഞു വിട്ട് കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾ സുരക്ഷിതരാണ്, എൻ്റെ കുടുംബം സുരക്ഷിതമാണ്. അല്ലെങ്കിൽ തന്നെ അവരോട് ജീവിക്കുന്നത് 5 സ്റ്റാർ ജീവിതമാണ്, നാട്ടുകാരുടെ കാശെടുത്തിട്ട്. അതറിയേണ്ട ഒരു കാര്യം, പഞ്ചാബി പാകിസ്ഥാനികളാണ് ഈ പട്ടാളത്തിൻ്റെ മേധാവിത്വത്തിലിരിക്കുന്നത്. മുഴുവൻ പഞ്ചാബി ഓഫീസേഴ്സാണ്. ആ പഞ്ചാബികളുടെ ഒരർത്ഥത്തിൽ അധീശത്വം അവിടെ നടക്കുന്നത്. ഈ സൈനിക അധികാരിമാർ ഏറ്റവും കൂടുതൽ ആഡംബരമായി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇവിടെ തിരിച്ചങ്ങോട്ടിൽ അണുബോംബ് ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ നഷ്ടം ഉണ്ടാവുന്നത് ആർക്കാണെന്ന് ആലോചിച്ച് ഞാൻ പണ്ട് കരിപ്പൂർ എയർപോർട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുമായിരുന്നു. അതിനെ മറ്റൊരു തരത്തിൽ കാണും. ഏതായാലും കരിപ്പൂർ എയർപോർട്ടിൽ ഈ തീവ്രവാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ ബോംബിടില്ല. കാരണം അവിടെ ബോംബിട്ട് കഴിഞ്ഞാൽ പരമാവധി അതിനിരയാകുന്നത് സ്വന്തം ആൾക്കാർ തന്നെയല്ലേ. ആ കൂട്ടത്തിൽ
ഈ തീവ്രവാദികൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന മുതലാളിമാർ ഉൾപ്പെടെ ആ എയർപോർട്ടിൽ വരാൻ വഴിയില്ലേ. അതുകൊണ്ട് ഈ എയർപോർട്ട് സേഫ് ആണെന്ന് ഞാൻ തമാശയായിട്ട് പറയുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തിരിച്ച് അങ്ങോട്ട് ആക്രമണത്തിന് സാധ്യത ഉണ്ടെന്നുള്ള ആ ഒരു തന്ത്രപരമായ സാഹചര്യത്തിൽ, രണതന്ത്രപരമായ സാഹചര്യത്തിൽ, ഫോർ സ്ട്രാറ്റജിക് റീസൺസ്, ഒരു ആണവ ഓപ്ഷൻ, ന്യൂക്ലിയർ ഓപ്ഷൻ, ബോംബിൻ്റെ ഓപ്ഷൻ പാകിസ്ഥാൻ അത് എടുക്കില്ല എന്നാണ് എൻ്റെ സാമാന്യ ബുദ്ധിയിൽ തോന്നുന്നതും മറ്റു പലരും കേട്ട് ഞാൻ അറിഞ്ഞതും. ഒരു ഘടകം അത്. രണ്ടാമത്തെ ഘടകം, ഇങ്ങനെ പറയുന്നതിനുണ്ടായ സാഹചര്യം എപ്പോഴാണ്? ഇനിയും നിങ്ങളുടെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ തൂങ്ങിച്ചാകുമെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു ഗതിയും പരഗതി ഇല്ലാതാകുമ്പോഴല്ലേ. അപ്പൊ പാകിസ്ഥാൻ ഗതികെട്ട് കഴിഞ്ഞു. ഈ സിന്ധു നദിയിലെ കരാറ് അത് സ്റ്റേയൂടെ ചെയ്തതോടുകൂടി, റദ്ദ് ചെയ്തിട്ടില്ല, മരവിപ്പിച്ചതോടുകൂടി ഞങ്ങൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി പോകുന്നവരാണെന്നും ലോകം മുഴുവൻ ഞങ്ങളെ എതിർക്കുകയാണെന്നും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണെന്നും ബോധ്യമായപ്പം ഇനി ഞങ്ങൾ എന്നാൽ ആത്മഹത്യാപരമായ ഒരു നടപടിയിലേക്ക് പോകും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ ഉദ്ദേശത്തിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഭാരതത്തിൻ്റെ സൈനിക ശക്തി, നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഇതൊക്കെ വളരെ നേരത്തെ കണ്ടറിഞ്ഞിട്ടാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കരാറ് ഇന്നലെ മിനിഞ്ഞാന്നാണല്ലോ മരവിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ ഈ ഒഴുകി വരുന്ന വെള്ളം, അധികമായിട്ട് ഒഴുകി വരുന്ന വെള്ളം പാകിസ്ഥാന് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ സംവിധാനം വേണമല്ലോ. അതിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ കനാലുകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയതല്ലല്ലോ. അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ആ കാര്യത്തിൽ പോലും അത്രയ്ക്കും ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിന് സ്വാഭാവികമായും ഈ ആണവ കരാറിൻ്റെ ഒരു ഭീഷണിയെയും നേരിടുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും. ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയാം, എൻ്റെ ഏറ്റവും വലിയ ചോദ്യം അതാണ്. ഈ പാകിസ്ഥാൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ ഒന്ന് തല്ലിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ, ചില ഭാര്യമാർ കയറി വരുമല്ലോ, മാറി എന്നെ തല്ലിയ അപ്പോൾ അറിയാം എന്നൊക്കെ പറഞ്ഞു വരും. ഭർത്താവ് ഒതുങ്ങി പുറകോട്ട് മാറുക. അവസാനം എന്നാ ഒന്ന് കൊടുത്തിട്ടൊരു മുഖമടച്ചിലടിയും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം താഴെ വീഴുന്ന ആരാ? അതുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചാൽ സൈനിക തന്ത്രപരമായിട്ട് ഡിഫൻസ്, ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ്, അക്രമമാണ് പ്രതിരോധത്തിൻ്റെ ശരിയായ വഴി എന്ന് കരുതിക്കൊണ്ട് ഭാരതം ഈ ബോംബിൻ്റെ ഓപ്ഷൻ ആദ്യമങ്ങ് നിർവഹിച്ചാൽ പിന്നെ ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഓർക്കണം, കൃത്യമായ അവസരം പാകിസ്ഥാനാണ് ഭാരതത്തിന് നൽകിയിരിക്കുന്നത്. ഭാരതം പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നിർബന്ധിതമാക്കിയത് പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനമാണ്. ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ കൂട്ടുപിടിച്ചിട്ട് ഭാരതത്തിന് തിരിച്ചടി കൊടുത്തേ പറ്റുന്നൊരു അവസരം ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. അതിന് മറുപടി കൊടുക്കാമെന്ന് പറയുമ്പം കിട്ടിയ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വേലയിലായിരിക്കും അത് പരിണമിക്കുക എന്നുള്ളതും അവർ മറക്കാതിരിക്കണം. അത് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതല്ല. ഇസ്ലാമിക ഭീകരവാദം തുടങ്ങിയിട്ട് 30 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റം കൊണ്ടായ, ഭാരതത്തിൻ്റെ സംസ്കൃതിക്കുണ്ടായ ക്ഷീണം, അതിൻ്റെ മേലുണ്ടായ കടന്നുകയറ്റത്തിൻ്റെ പ്രഭാവം മുഹമ്മദ് നബി മരിച്ച് 4 വർഷം കഴിഞ്ഞ് തുടങ്ങിയതാണ്. നൂറ്റാണ്ടുകൾ അനുഭവിച്ചു. മുസ്ലിം അധിനിവേശ ശക്തികളുടെ ഭരണകാലത്ത് പരമാവധിയായി അത് ഇംഗ്ലീഷുകാരുടെ ഭരണം വന്നു. സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടം ഉണ്ടായി. ഖിലാഫത്തിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസും ഗാന്ധിയും അവരെ പിന്തുണ കൊടുത്തോടുകൂടി ഇവിടുത്തെ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം
വർഗീയ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയം ആരംഭിച്ചു. അത് വിഭജനത്തിലെത്തിച്ചു. വിഭജനത്തിൽ ചോര വീണു അനവധി നിരപരാധികളുടെ. വീണ്ടും അത് അവസാനിച്ചിട്ടില്ല. കാശ്മീർ യുദ്ധമുണ്ടായി, 65 യുദ്ധമുണ്ടായി, 71 യുദ്ധമുണ്ടായി. ഇപ്പോഴും അതിന് കൃത്യമായി തിരിക്കാത്തൊരവസ്ഥയിലേക്കാണ് ഭാരതം നിൽക്കുന്നത്. ഭാരതവും പാകിസ്ഥാനും അധിനിവേശ കാശ്മീർ ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ഈ സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം പാകിസ്ഥാനുമായിട്ടുള്ള അതിൻ്റെ അതിര് കൃത്യമായും പൊളിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ തിരുത്തി വരയ്ക്കുന്നതിന് അടയാളപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു കാര്യം കൂടി മാത്രം ഓർത്തുകൊള്ളുക, അതിനുശേഷിയും ശേഷിയുമുള്ള ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദിയാണ് ഭാരതം ഭരിക്കുന്നത്. അടിയിരിക്കുന്നിടത്തൊരു ചെവിട് വെച്ച് കൊടുത്തിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല പാകിസ്ഥാനെ എന്നാണ് പാകിസ്ഥാനെയും അവരോടൊപ്പം നിൽക്കുന്നവരെ ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ അതിരുതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. മാത്രമല്ല, തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെയൊക്കെ തീവ്രമാണ്. ആ ബലൂചിസ്ഥാനും ഖിൽജിസ്ഥാനിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ. പാകിസ്ഥാൻ 3ആയോ 4ആയോ മുറിയും. ഇന്ത്യക്ക് അതിരും കൃത്യമാവും. വെള്ളം അത് കൊടുക്കില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സിന്ധു നദി കരാറിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്രോപ്പും കൊടുക്കില്ലെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഭാരതം പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ആവശ്യം വന്നാൽ വെള്ളം കൊടുത്തെന്നും വരാം. അതൊക്കെ പിന്നീടുള്ള കാര്യം. ആദ്യത്തെ കാര്യം പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ആത്യന്തികമായി വൺസ് ആൻഡ് ഫോർ ഓൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെടും. അതാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.